വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. നമുക്ക് പുറമേ വളരെ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണയായി നമ്മൾ പഴം പൊരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പം ഈ ഒരു റെസിപ്പി തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ വേണമെങ്കിൽ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ മൈദ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഗോതമ്പ് പൊടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മൈദയാണ് താല്പര്യമെങ്കിൽ മൈദ എടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ പഴംപൊരിക്ക് കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് വെള്ളം ഒരുപാടൊന്നും കൂടാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒറ്റയടിക്ക് വെള്ളം ഒരുപാട് ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കി എടുക്കുമ്പോഴാണ് അത് നന്നായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പൊരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ലൂസായി പോയാൽ നമ്മളുടെ ഇതിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചാണ്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ എല്ലാം കട്ടകളായിട്ട് നന്നായിട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര, ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഒരു 1.5 ടേബിൾ സ്പൂൺ, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, വളരെ ഒരു നുള്ളു മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി 2 പഴം എടുക്കുന്നുണ്ട്. അപ്പോൾ ഏത്തപ്പഴമാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പഴുത്ത് പോയാൽ നമ്മളിത് എന്താ പറയുക, വളരെ സോഫ്റ്റായി പോകും. എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി നെടുകെ ഒന്ന് കീറിയിട്ടെടുക്കാം. ഇനി ഈ ഒരു കലത്തിൽ ഇതൊന്ന് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഇപ്പോൾ പഴം വലുതാണെങ്കിൽ അതനുസരിച്ച് 3ഓ 4ഓ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് ഫ്രൈ ചെയ്യുന്ന ആ ഒരു കനത്തിലാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത്. ഒരുപാട് കനം കുറഞ്ഞു പോകാൻ പാടില്ല. ഒരുപാട് കട്ടി കൂടിയും വേണ്ട. അപ്പോൾ ഈ ഒരു കനത്തിലാണ് എടുത്തിരിക്കുന്നത്. ആ പകുതി ബനാനയെ 3ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ ബ്രെഡാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ നമ്മളുടെ ഈ ബനാനയിൽ ഈ ഒരു മാവ് ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കണം. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വന്നാൽ കുറച്ചുകൂടി പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം കുറച്ചൊന്ന് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് മാറ്റി വെക്കണം. പൊടിയിൽ മുക്കി നമ്മുടെ മാവിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് മാറ്റി വെക്കണം. എന്നാൽ ഇപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യണ സമയത്ത് പെട്ടെന്ന് തന്നെ ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ മുക്കിയെടുത്തിട്ടുണ്ട്, എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് തയ്യാറാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ ഫ്ലെയിം കുറച്ച് വെക്കരുത്. ആദ്യം കുറച്ച് കൂട്ടി ഫ്ലെയിം വെക്കണം. കാരണം അല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് തന്നെ കുടിക്കും. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെക്കരുത്. ഫ്രൈ ചെയ്യുന്ന ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യരുത്. കാരണം പെട്ടെന്ന് തന്നെ ഇത് ആദ്യം തന്നെ കുറച്ച് കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് വെച്ചാൽ മാത്രം മതി. ലോ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഈ പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എല്ലാം തന്നെ എടുക്കാം. അപ്പോൾ ഈ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴാണ് കേട്ടോ എടുക്കുന്നത്.
കാരണം ഉള്ളിൽ ഒരുപാടൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. പുറമേ ഒന്ന് നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളറായാൽ മാത്രം മതി. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. മാവിൽ മുക്കി ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞ് നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ബാക്കി ബനാനയും കൂടി നമുക്ക് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പം തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതായത് നമ്മളുടെ ഫിംഗർ ബനാന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ക്രിസ്പിയാണ് കേട്ടോ. പുറമേ നല്ല തൊട്ട് നോക്കുമ്പോൾ അറിയാം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് ഉണ്ടോ. ആ രീതിയിലാണ് നമുക്ക് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. പഴംപൊരി ഫ്രൈ ചെയ്യുമ്പം പുറമേ ഉള്ളിലും സോഫ്റ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ചില കുട്ടികൾക്ക്, എൻ്റെ കുട്ടികൾക്ക് മോന് ഇഷ്ടമല്ല. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ നന്നായിട്ട് കഴിച്ചുകൊള്ളും. അപ്പം എപ്പോഴും നമ്മൾ ഒരേ രീതിയിലല്ലേ പഴംപൊരി ഫ്രൈ ചെയ്യുന്നത്. അപ്പം ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.